മൈറ്റ് ബി വർക്കിംഗ് ആൻഡ് മൈറ്റ് ഹാവ് ബീൻ വർക്കിംഗ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. പലർക്കും ഇത് കൺഫ്യൂസിങ് ആണ്, അതുകൊണ്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഈ രണ്ട് ഫ്രേസസും പറയുന്നത് പോസിബിലിറ്റിയെ പറ്റി തന്നെയാണ്. പോസിബിലിറ്റി എന്നാൽ സാധ്യത. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. മൈറ്റ് ബി വർക്കിംഗ് ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പോസിബിലിറ്റിയെ പറ്റിയാണ്. മൈറ്റ് ഹാവ് ബീൻ വർക്കിംഗ് എന്നുപയോഗിക്കുന്നത് പാസ്റ്റ് പോസിബിലിറ്റിയെ പറ്റിയാണ്. ആദ്യത്തെ ഫ്രേസ് മൈറ്റ് ബി വർക്കിംഗ്, മൈറ്റ് കഴിഞ്ഞിട്ട് ബി, പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് വേർബിൻ്റെ ING ഫോമാണ്. മൈറ്റ് ബി പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. മൈറ്റ് ബി വർക്കിംഗ്, മൈറ്റ് ബി സിറ്റിംഗ്, മൈറ്റ് ബി സ്ലീപ്പിംഗ്, മൈറ്റ് ബി ഡൂയിങ് സംതിങ്. ഇങ്ങനെയൊക്കെ നമുക്ക് ING ഫോം ചേർത്തിട്ട് ഇത് ഉപയോഗിക്കാം. പക്ഷേ ഉപയോഗിക്കേണ്ട സന്ദർഭം എപ്പോഴാണ്? പ്രസൻറ്റ് പോസിബിലിറ്റി. ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറയുകയാണ്, അവനിപ്പോൾ ഉറങ്ങുകയായിരിക്കും, അവൾ ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അവളിപ്പോൾ ആ പുതിയ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ പറയില്ലേ. പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ സംസാരിക്കുകയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ എന്ന രീതിയിൽ. ഡോണ്ട് കോൾ ഹിം നൗ, ഹി മൈറ്റ് ബി വർക്കിംഗ്. ഇപ്പോൾ അവനെ വിളിക്കല്ലേ, ഹി മൈറ്റ് ബി വർക്കിംഗ്. ഇപ്പോൾ അവൻ വർക്ക് ചെയ്യുന്നുണ്ടാകാം ഈ സമയത്ത്. ഹി മൈറ്റ് ബി വർക്കിംഗ്, അവൻ വർക്ക് ചെയ്യുന്നുണ്ടാകാം. അത് അറ്റ് ദിസ് മൊമെൻ്റ് ആണ്. പക്ഷേ വർക്ക് ചെയ്യുന്നുണ്ടാകാം എന്നാണ് പറയുന്നത്, കാരണം നമുക്ക് വി ആർ നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, നമുക്കതിനെപ്പറ്റി അറിയില്ല, ഉറപ്പില്ല. പോസിബിലിറ്റി, സാധ്യത. ഇനി ഹി മൈറ്റ് ഹാവ് ബീൻ വർക്കിംഗ് എന്ന് പറയുമ്പോൾ മൈറ്റ് കഴിഞ്ഞിട്ട് ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ സെൻറ്റൻസിലെ പോലെ ബി അല്ല, ഹാവ് ബീൻ പ്ലസ് ING ഫോമാണ്. ഇവിടെ മൈറ്റ് ഹാവ് ബീൻ പ്ലസ് ING ഫോം ഉപയോഗിക്കുന്നത് പാസ്റ്റിലെ പോസിബിലിറ്റി പറയുന്നതിനാണ്. ഇന്നലെ അവൻ അങ്ങനെ ചെയ്തിരിക്കാം, അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അങ്ങനെ അവൻ വർക്ക് ചെയ്തിരിക്കാം, അവൻ ഉറങ്ങിയിരിക്കാം, അവൻ വായിച്ചിരിക്കാം, അവൻ എഴുതിയിരിക്കാം. ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യത്തെപ്പറ്റി നമ്മളിപ്പോൾ പറയുന്നതാണ്. മൈറ്റ് ഹാവ് ബീൻ സ്ലീപ്പിംഗ്, മൈറ്റ് ഹാവ് ബീൻ ഡൂയിങ് സംതിങ്, മൈറ്റ് ഹാവ് ബീൻ റീഡിങ്, മൈറ്റ് ഹാവ് ബീൻ റൈറ്റിംഗ്. അങ്ങനെ അവിടെയും നമുക്ക് ഉറപ്പില്ല, അങ്ങനെ ആയിരിക്കാം, അങ്ങനെ ചെയ്തിരിക്കാം. വെൻ യു കോൾഡ് ഏർലിയർ ഹി മൈറ്റ് ഹാവ് ബീൻ വർക്കിംഗ്. വെൻ യു കോൾഡ് ഏർലിയർ, നേരത്തെ നീ വിളിച്ചപ്പോൾ അവൻ ചിലപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ആ സമയത്ത് അവൻ അതായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ആ സമയത്ത് അവിടെ അത് ചെയ്തിരിക്കാം എന്നാണ്. ആസ് യു കോൾഡ് ഏർലിയർ, അപ്പോൾ നേരത്തെ വിളിച്ചപ്പോൾ അവൻ ചിലപ്പോൾ ഫോൺ എടുത്തിട്ടുണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അവൻ വർക്ക് ചെയ്തിരിക്കാം. ഹി മൈറ്റ് ഹാവ് ബീൻ വർക്കിംഗ്, അത് പാസ്റ്റ് പോസിബിലിറ്റിയാണ്, അവിടെയും നമുക്ക് ഉറപ്പില്ല. അപ്പോൾ അത് രണ്ടിൻ്റെയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ. ഹി ലുക്സ് വെരി ടയേർഡ്. ഹി ബ്ലാങ്ക് ഓൾ നൈറ്റ് യെസ്റ്റർഡേ. ഇവിടെ മൈറ്റ് ബി വർക്കിംഗ് ആണോ മൈറ്റ് ഹാവ് ബീൻ വർക്കിംഗ് ആണോ ഉപയോഗിക്കേണ്ടത്? ഹി ലുക്സ് ടയേർഡ്, അവൻ ക്ഷീണിതനായി തോന്നുന്നു. ഇന്നലെ രാത്രി മുഴുവൻ അവൻ വർക്ക് ചെയ്തിരിക്കാം എന്നാണ് വേണ്ടത്. നോക്കൂ, പാസ്റ്റ് പോസിബിലിറ്റിയാണ്, യെസ്റ്റർഡേ, കണ്ടില്ലേ? അപ്പോൾ ഇന്നലെ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അവൻ ക്ഷീണിതനാണ് എന്നാണ് പറയുന്നത്. ഇന്നലെ ആകുമ്പോൾ ഹി മൈറ്റ് ഹാവ് ബീൻ വർക്കിംഗ് എന്നാണ് വേണ്ടത്. ഇനി രണ്ട് സെൻറ്റൻസുകൾ നോക്കൂ. ഹി മൈറ്റ് ബി വർക്കിംഗ് ലേറ്റ് ബിക്കോസ് ഹി ഹാസ് എ ഡെഡ് ലൈൻ. അടുത്ത സെൻറ്റൻസ് ഹി മൈറ്റ് ഹാവ് ബീൻ വർക്കിംഗ് ലേറ്റ് ബിക്കോസ് ഹി ഹാഡ് എ ഡെഡ് ലൈൻ. ആദ്യത്തെ സെൻറ്റൻസ് പ്രസൻറ്റ് പോസിബിലിറ്റിയാണ്. ഇപ്പോൾ അവൻ വർക്ക് ചെയ്യുന്നുണ്ടാകാം, അവന് ഒരു സമയപരിധി ഉണ്ട്. അതാണ് ആദ്യത്തെ സെൻറ്റൻസ്, പ്രസൻറ്റ് പോസിബിലിറ്റി. മൈറ്റ് ബി വർക്കിംഗ് ഉപയോഗിച്ചിരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസ് ഹി മൈറ്റ് ഹാവ് ബീൻ വർക്കിംഗ് ലേറ്റ് ബിക്കോസ് ഹി ഹാഡ് എ ഡെഡ് ലൈൻ. നോക്കൂ, പാസ്റ്റ് പോസിബിലിറ്റിയാണ്. അവൻ വർക്ക് ചെയ്തിരിക്കാം, അങ്ങനെ ചെയ്തിരിക്കാം എന്നാണ് പറയുന്നത്. ബിക്കോസ് ഹി ഹാഡ് എ ഡെഡ് ലൈൻ, അവനൊരു ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പാസ്റ്റ് പോസിബിലിറ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായല്ലോ. രണ്ട് സെൻറ്റൻസും കറക്റ്റ് തന്നെ, പക്ഷേ ദേ കൺവേ ഡിഫറെൻറ്റ് മീനിങ്സ്. അതിൻ്റെ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച്
അത് ഡിഫറൻറ്റ് മീനിങ്സ് ആണ് ഈ രണ്ട് സെൻറ്റൻസിനും ഉള്ളത്. ഷീ ബ്ലാങ്ക് വർക്ക് ഓൺ ദ പ്രോജക്റ്റ് ഓൾ നൈറ്റ്. ഷീ ഈസ് റിയലി ടയേർഡ്. ഇവിടെ എന്താ വേണ്ടത്? ഷീ ഈസ് റിയലി ടയേർഡ്. ഇപ്പോൾ അവൾ വളരെ ക്ഷീണിതയാണ്. അപ്പോൾ രാത്രി മുഴുവൻ അവൻ ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിരിക്കാം എന്നാണ് വേണ്ടത്. നോക്കൂ, എന്താണിത്? പാസ്റ്റ് പോസിബിലിറ്റിയാണ്. അപ്പോൾ ഷീ മൈറ്റ് ഹാവ് ബീൻ വർക്കിംഗ്. ഇന്നത്തെ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു.